കടന്നു വന്നിരിക്കുക. ഈ മനോഹരമായ ദിവസത്തിൽ നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവായ യേശുക്രിസ്തു മുഖേന നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ നല്ല പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. കർത്താവിൻ്റെ ദയ നമ്മളെ ചുറ്റിയിരിക്കുക, ആ കരുണ നമ്മളെ ചുറ്റിയിരിക്കുക. ഒരിക്കലും കർത്താവ് നമ്മളെ ശത്രുവിന് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കത്തില്ല. സ്തോത്രം. ശത്രുവിൻ്റെ ഉപദ്രവങ്ങളും പീഡകളും എത്ര ഏറി വന്നാലും അതിൻ്റെ നടുവിൽ അവൻ നമുക്ക് സംരക്ഷണ ഭിത്തി തീർത്തിട്ടുണ്ട്, ഒരു കോട്ട തീർത്തിട്ടുണ്ട്. ഒരു അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് നീ ദണ്ഡനം അനുഭവിക്കുവാനോ പീഡിപ്പിക്കപ്പെടുവാനോ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യാശയോടെ ഉറയ്ക്കണം. യേശു എനിക്ക് തുണയായി ഉണ്ട്. കർത്താവ് എനിക്കായി കരുതും. കർത്താവ് എന്നെ കൈവിടുകയില്ല. കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള നല്ല ഉത്തമ ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി പറയണം. കർത്താവെ, എന്നെ നടത്തുന്നതിനായി നന്ദി, എനിക്കായി കരുതുന്നതിനായി നന്ദി. മുഴുവൻ മഹത്വം അങ്ങേക്ക് തരികയാണ്. അങ്ങയുടെ മഹത്വത്തെ വർണ്ണിപ്പാൻ, നാവുകൾ പോരാതെ സാക്ഷീകരിപ്പാൻ അവിടുന്ന് എനിക്ക് കൃപ തരുമാറാകണം. അവസരങ്ങളാക്കി തീർക്കണം. ഞാൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും അവസരങ്ങളാക്കി തീർക്കണം എന്ന് തിരുസന്നിധിയിൽ പറയണം, പ്രാർത്ഥിക്കണം. ഒരു അപ്പനോട് മക്കൾ സംസാരിക്കുന്നത് പോലെ എല്ലാ ദിവസവും കർത്താവുമായി സംസാരിക്കണം കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് മഹത്വം. നമ്മുടെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എല്ലാ ദിവസവും നിരന്തരമായി നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യുന്ന ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ കർത്താവ് എത്ര അധികമായി നമ്മെ സ്നേഹിക്കുന്നു കരുതും. ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ചിലപ്പോൾ ചില മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ കഴിയും, ചില അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയും. വളരെ ഇൻസ്റ്റൻ്റായിട്ട് അത്ഭുതങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ ദിവസവും ആ വിശ്വാസം വർദ്ധിക്കുകയാണ്. നമ്മൾ ആ നല്ലൊരു ധൈര്യവും ബലവും കോൺഫിഡൻസും നമ്മളിലേക്ക് ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും. അതിനെ നിങ്ങൾ മറികടന്നിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഭാരം ചുമക്കണ്ട കേട്ടോ. ചുമക്കാമെന്ന് ഏറ്റവൻ കൂടെയുണ്ട്. കാരണം നിങ്ങൾ ചുമക്കണ്ട ഭാരം ഒറ്റയ്ക്ക്. അങ്ങനെ ചുമക്കുന്ന ചിലരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കണ്ട. നിങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തെ അന്ത്യത്തോളം ആ നൂൽപ്പാലത്തെ നടക്കുന്ന പോലെ നടക്കണ്ടേ. സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ് നീ, ആ ചിറകടിയിലാണ് നീ. അവിടുന്ന് കർത്താവ് നിന്റെ കരം പിടിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് ആകുലപ്പെടണ്ട. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമുക്കൊരു ഒരു അധ്യായം ഒരു വാക്യം വായിച്ചിട്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 14-ാമത് വാക്യം വായിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിക്കാം. Acts chapter 26 verse 40. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലി ശൗലി, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണ്. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, നമുക്കറിയാം ദമസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് വലിയൊരു വെളിച്ചം, മിന്നുന്നൊരു പ്രകാശം തനിക്ക് നേരെ അടിക്കുകയും താൻ അവിടെ വെച്ച് തറയിൽ വീഴുകയും തൻ്റെ കണ്ണ് അന്ധമായി പോയി കാണാതെ വണ്ണമായി പോവുകയും അവിടെ വെച്ച് ഈ ശബ്ദം കേൾക്കുകയും, ശൗലി ശൗലി, നീ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ഉള്ള ആ ശബ്ദം കേൾക്കുകയും ചെയ്തു. നീ മുള്ളിനോട് ഉതിർക്കുന്ന നിനക്ക് വിഷമമാകുന്നു എന്നുള്ള ആ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു ഭാഗം പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമുക്കറിയാം ശൗല് എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതറിയാം. യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പിൻഗമിച്ച ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിനെ ഫോളോ ചെയ്ത ആൾക്കാർ, ആ ക്രിസ്തു മതം എന്ന നിലയിൽ ആ പുള്ളി അതിനെ കണ്ടുകൊണ്ട്, ഇതൊരു മതമായി കണ്ടുകൊണ്ട് സ്വന്തം ക്രിസ്തീയ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിച്ച സകലരെയും പുള്ളിയുടെ മതത്തിനോട് എതിർപ്പെട്ടൊരു മതം പോലെ പുള്ളി അതിനെ ഏറ്റെടുത്തുകൊണ്ട്, സ്വതന്ത്രം അല്ലെങ്കിൽ യഹൂദ ഇതിനെ എതിരായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കുല നിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അധികാരപത്രങ്ങൾ വാങ്ങി പുറപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആക്ച്വലി കർത്താവിൻ്റെ ഇടപെടലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ഇടപെടലുണ്ടായത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ, ക്രിസ്തുവിനെ അനുഗമിച്ച, ക്രിസ്തുവിനെ സ്നേഹിച്ച, ക്രിസ്തുവിൻ്റെ കൂടെ അനുഗമിച്ചിരുന്ന സഹോദരങ്ങൾ, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുവാൻ ഇറങ്ങിയവൻ അവരോട് പ്രതികരിക്കുമ്പോൾ കർത്താവാണ് അവിടെ ഇടപെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ദൈവമക്കൾക്ക് അങ്ങനെ പ്രതികാരമില്ലല്ലോ. ദൈവമക്കൾ പ്രതികരിക്കാറില്ല, പ്രകോപിതരാകാറുമില്ല. അവരങ്ങനെ
എവിടെ വിഷയങ്ങളുണ്ടായാലും യഥാർത്ഥത്തിൽ ദൈവമക്കൾ എന്നെ അതിനെ ക്ഷമിക്കുക. ഞാൻ ഇന്ന് ഗ്ലാഡീസ്, നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വൈഫിൻ്റെ ഒരു ഇത് ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെയാണ്. അദ്ദേഹം അവർ ചുട്ടുകരിച്ച ആ കൊലയാളിയായ ആ വ്യക്തിയോട് സ്തോത്രം ക്ഷമിക്കുകയായിരുന്നു. സ്തോത്രം. ക്രിസ്തീയ മാർഗം ക്ഷമയാണല്ലോ. അതിന് പ്രതികാരമില്ലല്ലോ, അതിന് കേസിന് പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് വാദിക്കാൻ തർക്കിക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഇവിടെ കർത്താവിനെ പിൻഗമിച്ച ജനം, നിരപരാധികളായ ജനത്തെ ഈ പൗലോസ് കൊല ചെയ്യുമ്പോൾ സ്തോത്രം ആ അതിക്രമം വർദ്ധിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്ന ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ദൈവം പറയാണ്, ശൗല നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഇന്ന് ഓരോ വ്യക്തികളും എനിക്ക് ഇന്ന് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോടും എന്നോടുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവർ ആരെയാണ് ഉപദ്രവിക്കുന്നത്? യഥാർത്ഥത്തിൽ കർത്താവിനെ ഭക്തരായ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്വീകരിച്ചൊരു ദൈവവൈതലിനെ ഉപദ്രവം നേരിടുമ്പോൾ സ്വതന്ത്രം നമ്മുടെ വിചാരം നമുക്ക് ആ ഉപദ്രവം നേരിട്ടല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഉപദ്രവിച്ച് നമ്മളിൽ വസിക്കുന്ന കർത്താവിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അവിടെ ഇടപെടൽ ആരുടെയാണ് ഉണ്ടാകേണ്ടത്? തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നീ മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഞാൻ മൗനമായിരിക്കുമ്പോൾ ദൈവം ആരെന്ന് എന്നെ എതിർക്കുന്ന ശക്തികൾ അറിയുവാൻ ഇടയായി തീരും എന്നുള്ളതാണ് അവിടെ. ഇവിടെ നിസ്സഹായരും നിരാലംബരുമായി ആയിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ പൗലോസ് ഉപദ്രവിക്കുമ്പോൾ കർത്താവ് ഇടപെട്ട് പറയും, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളിൽ വ്യാപരിക്കുന്ന ദൈവത്തെയാണ് അവൻ ഉപദ്രവിച്ചത്. ആ വ്യക്തികളിൽ വസിക്കുന്ന കർത്താവിനെയാണ് അവർ ഉപദ്രവിച്ചത്. അതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ നേരിടുന്ന സകല ഉപദ്രവങ്ങളും നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം വേദനയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ കർത്താവിൻ്റെ വേദനയാണ്. നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളുടെ കർത്താവിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾ അനുഭവിക്കുന്നത് കർത്താവ് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന കർത്താവിനോടാണ് ഈ സാഹചര്യങ്ങൾ, പ്രതികൂല സന്ധികൾ അല്ലെങ്കിൽ ശത്രു മത്സരിക്കുന്നത്, പ്രകോപിക്കുന്നത്, പ്രതികരിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. അവിടെ ആ നിങ്ങൾക്ക് എതിരായി തീർത്തിരിക്കുന്ന കോട്ടയോട്, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുവിനോട്, ആ പ്രതികാരത്തോട് അല്ലെങ്കിൽ ആ വിഷയത്തോട് ഇടപെടുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുകയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ ചെയ്തത്. അപ്പോൾ ദൈവം നിങ്ങളിൽ വസിക്കുന്നുള്ളിടത്തോളം കാലം നിങ്ങൾ നേരിടുന്ന സകല സാഹചര്യങ്ങളെയും വരയ്ക്ക് നിർത്തുവാൻ, അതിനെ നിർത്തേണ്ടിടത്ത് നിർത്തുവാൻ, ആ വിഷയത്തെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ വിഷയത്തെ കീഴ്പ്പെടുത്തുവാൻ സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ഇടപെടും. ശൗലിനോട് പറഞ്ഞ പോലെ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് വിഷമമാകുന്നു എന്ന് പറയും. മുള്ളിൻ്റെ നേരെ ഉതിർക്കുന്നത് വിഷമമാകുന്നു എന്ന് പറയും. നിനക്ക് വിഷമമാകും. എന്നെയും നിങ്ങളെയും പീഡിപ്പിക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുണ്ടല്ലോ, അവർ മുള്ളിനോടാണ് ഉതിർത്തിരിക്കുന്നത്. അവർക്കത് വിഷമമാകും. അവരെ വിഷമിപ്പിക്കും. നിന്നോട് പ്രതികരിക്കുന്ന, നിന്നെ പ്രതിസന്ധിയിലാക്കുന്ന, നിന്നെ തടവറയിലാക്കുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന ശക്തികൾ മുള്ളിനോടാണ് ഉതിർക്കുന്നത്. അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അവർ വിഷമിക്കും, അവർ വിഷമിച്ചിരിക്കും. നിന്നെ ഉപദ്രവിക്കുന്നവർ വിഷമിച്ചിരിക്കും. നിനക്കെതിരെ തന്ത്രം മെനഞ്ഞവർ വിഷമിച്ചിരിക്കും. നിനക്കെതിരെ ആയുധമൊരുക്കിയവർ വിഷമിച്ചിരിക്കും. നിനക്കെതിരെ വാക്കുകളുടെ ശരമെയ്തവർ വിഷമിച്ചിരിക്കും. നിനക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞവർ വിഷമിച്ചിരിക്കും. നിന്റെ നന്മയെ മുടക്കിയവർ വിഷമിച്ചിരിക്കും. നിനക്ക് വിരോധമായി ഏത് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടോ ആ സാഹചര്യം പ്രതിക്കൂട്ടിലാകും, പ്രതിസന്ധിയിലാകും. അത് വിഷമിക്കും. കർത്താവിനോട് പറഞ്ഞത് വിഷമമുള്ള കാര്യമാണ്, കാരണം നീ എന്നോടാണ് എതിർത്തത്. ഇന്ന് പകൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ സാഹചര്യങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. ആ സാഹചര്യങ്ങൾ വിഷമിക്കാൻ പോവുകയാണ്. ആ സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ടോടാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ ഒരു അത്ഭുതം നടക്കും. ഞാൻ പറഞ്ഞ സാഹചര്യത്തോട് വിട്ടുപോകാൻ പറഞ്ഞു. അവരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തോട് വിട്ടോടിക്കോളാൻ ഞാൻ പറഞ്ഞു. അവർക്ക് ആ ബില്ല് പേ ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല, കിട്ടുകയില്ല, അതിനുള്ള പരിമിതികൾ വിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നിലെ അധികാരികൾ അല്ലെങ്കിൽ ഈ ഫണ്ട് അല്ലെങ്കിൽ കർത്താവ് തങ്ങളുടെ കരങ്ങളിൽ ഇത് തരും. ഇതിനെ പ്രതിരോധത്തിലായിരിക്കുന്ന പിശാചെ നീ വിട്ടുപോകും എന്ന് പറഞ്ഞു. സ്വതം ആ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയല്ല, ഇങ്ങനെ 2 വാക്കുകളാണ് പറയുന്നത്. ആ വാക്കുകളിൽ എനിക്ക് നല്ല ആധികാരികമായ ഉറപ്പുണ്ടായിരുന്നു, അത് പോയിരിക്കും ഇന്ന് പകല്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ വിഷമത്തിലാക്കിയിരിക്കുന്ന, നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ആ സാഹചര്യം ഇച്ചിരി വിഷമിക്കും. നിങ്ങളെ മറ്റു പലരെയും തൊട്ടതുപോലെയല്ല, നിങ്ങളെ തൊട്ടതാണോ ഇച്ചിരി വിഷമിക്കും. മറ്റു പലയിടത്തും അവൻ വല വിളയാട്ടോ നടത്തി വലിയ ജയിച്ചു കാണും. പക്ഷെ നിങ്ങളുടെ അരികിൽ അവൻ തൊട്ടത് അവൻ ഇച്ചിരി പ്രതിസന്ധിയിലാവും. അത് ഉറപ്പ്.
സ്വതം നിനക്കത് വിഷമമാകും കുഞ്ഞേ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ അത് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുവിനോട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, സങ്കടത്തിലായിരിക്കുന്നവരെ, വിഷമത്തിൽ നിൽക്കുന്നവരെ, പ്രതിസന്ധിയിലാക്കിയ ദുഷ്ടനെ, നീ വിഷമിക്കും, നീ അവരെ വിട്ടു പോയേ മതിയാകും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അവരെ പ്രതിസന്ധിയിലാക്കി, അവരെ കൊല ചെയ്യുവാൻ ശ്രമിക്കുന്ന, അവരെ നശിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്ന, അവരെ സങ്കടത്തിലാഴ്ത്തിയ, അവരെ കർത്താവെ നന്മയെ മുടക്കിക്കളഞ്ഞ, അവർക്കെതിരെ ആരോപണ ശരങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആ പ്രതികൂല ശക്തി കർത്താവെ മുള്ളിനോടാണല്ലോ ഉതിർത്തിരിക്കുന്നത്, അത് വിഷമിക്കും എന്ന് തിരുവചനം പറഞ്ഞെങ്കിൽ കർത്താവ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കെതിരെ നിൽക്കുന്ന ശക്തി വിഷമിക്കട്ടെ, അവരെ വിട്ടോടിപ്പോകട്ടെ, അവർ സ്വതന്ത്രരാകട്ടെ. തൃക്കരങ്ങളിൽ നൽകി ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ആദ്യമായി കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ നിൽക്കുന്നു. ഭാരങ്ങളും വിഷയങ്ങളും എല്ലാം എടുത്ത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വതന്ത്രമാക്കുന്നു. തലമുറകളുടെ പരീക്ഷകളും പഠനങ്ങളും അനുഗ്രഹമാകട്ടെ. വിസകൾ കർത്താവെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക വിഷയങ്ങളിലും കോൺട്രാക്റ്റുകളിലും എഗ്രിമെൻറ്റുകളിലും ഒക്കെ പ്രതികൂട്ടിൽ നിൽക്കുന്ന, പ്രതിസന്ധിയിൽ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, അവർ വിടുവിക്കപ്പെടട്ടെ. തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും തരികയാണ്. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഈ പകൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവും ആശ്ചര്യജനകവുമായ സാക്ഷ്യമുളവാക്കുന്ന ഒരു പകലായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനടിയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം നമുക്ക് ഓർക്കാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. എല്ലാ രാത്രിയിലും 8 തൊട്ട് 9 വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് അയച്ചു തരാം. ജോയിൻ ചെയ്യണം. എല്ലാ പ്രാർത്ഥനയിലും അത്ഭുത വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ ദിവസവും ഇൻസ്റ്റൻറ്റ് മിറക്കിൾസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും ഞാൻ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൺസ് അഗെയിൻ ലവ് യു.